മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു. ഓക്കെ, പറയാം. ഇവിടെ എന്താ എന്താ വായിച്ചേ? എബ്രായർ 10:26 മുതൽ 31 വരെ. ഇതിൻ്റെ അർത്ഥത്തിലേ ഉള്ളൂ, നരകമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആരാ നരകത്തിൽ പോകുക? കർത്താവിൻ്റെ കരുണയെ കർത്താവിനെ തിരസ്കരിക്കുന്ന അവസ്ഥയല്ലേ പറയണത്. കർത്താവ് ഇത്രയും വലിയ രക്ഷ കൊണ്ടുവന്നിട്ടും ആ രക്ഷയെ തിരസ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി ശിക്ഷാവിധിക്ക് അർഹനാണ്. അതാണ് ഈ പറയുന്നതിൻ്റെ സാരാംശം, ഇല്ലേ? അർഹനാണ്. എന്തുകൊണ്ട്? അവരാരെ ശിക്ഷിക്കണേ? അതായത് അവൻ ഈ രക്ഷയെ തിരസ്കരിക്കുന്നു. രക്ഷയെ തിരസ്കരിക്കുന്ന ആ നരകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. കർത്താവ് രക്ഷ കൊണ്ടുവന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇത്രയും സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അതിനെ തിരസ്കരിക്കുന്നവന് എന്ത് സംഭവിക്കും? അവൻ നിത്യനരകത്തിലേക്ക് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നത്, ഈ ഇപ്പോൾ ജയേഷ് പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളങ്ങളുണ്ടാവും. അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, വിഷം കഴിച്ചാലും കൊന്നും. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് വളർച്ചാധ്യാനമാണ്, പ്രാരംഭ ധ്യാനക്കാർക്കുള്ള ടോക്കല്ല കേട്ടോ. വിശ്വാസിക്കുള്ള അടയാളമാണത്. അപ്പോൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന പൂർണ്ണമായ അനുഭവമുള്ളവനാണ് ഒരു വിശ്വാസി. ദൈവം എത്രത്തോളം അവനിൽ വസിക്കുന്നു? അനിത, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ദൈവം എത്രത്തോളം വസിക്കുന്നു? മുഴുവനായി അവനിൽ വസിക്കുന്നു. ദൈവം അവനിൽ എത്രയുണ്ട്? ദൈവം അവനിൽ മുഴുവനായിട്ട് വസിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് അവൻ്റേത്. ആ വിശ്വാസിക്ക് അടയാളം എന്തൊക്കെ ഉണ്ടാവുന്നത്? അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം അവൻ്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവമുണ്ട്. ആരാണ് വലുത്? ദൈവമോ പിശാചോ? പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്, ദൈവമാകട്ടെ സൃഷ്ടാവും. ഇനി അടുത്തത് സാധാരണ പിശാചല്ല, ഒരു വലിയ പിശാച് വന്നാൽ തന്നെ അതാണ് അവൻ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറയണതിന് പല അർത്ഥമുണ്ട്. ഒന്ന്, ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥ ഉണ്ടായാലും അവൻ അതിനെ കയ്യിലെടുക്കും. എന്തുകൊണ്ട് കയ്യിലെടുക്കും? വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ, ദൈവത്തിൻ്റെ ശക്തിയിലൂടെ. അപ്പോൾ ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ആ ലൂക്കയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവൻ സർപ്പങ്ങളുടെ മേലും തേളുകളുടെ മേലും ചവിട്ടി നടക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ഐറ്റമാണ്. ചവിട്ടി നടക്കുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് അതിൻ്റെ മേൽ ആധിപത്യം അവനുണ്ടാകും. ഇനി അവൻ വിഷം കഴിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ
അങ്ങനെയുള്ള ഒരു വിശ്വാസ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു പാപം അവനിൽ വന്നാലും ആ പാപം അവന് എതിരായി ഹാനിയാവില്ല. ആ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ അവനിലുള്ള പരിശുദ്ധാത്മാവും അവനിലുള്ള ഈശോയും അവനെ സഹായിക്കും. ഇനി അക്ഷരാർത്ഥത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, വിഷം കഴിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ, അവൻ്റെ ആത്മാവ്, അവൻ്റെ ശരീരം, അവൻ്റെ ജീവൻ പൂർണ്ണമായി ദൈവത്തിൻ്റെ ജീവനുമായിട്ട് ഒന്നായിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ശക്തി എന്തെല്ലാം പൈശാചികത അവനിൽ വന്നാലും അതിനെ എല്ലാത്തിനെയും നിഹനിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, അന്തോണീസ് പുണ്യാളിന് വിഷം കൊടുത്തിട്ട് വിഷത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത്രയ്ക്ക് ശക്തം നമ്മളുടെ വിശ്വാസത്തിലാകുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ആ നിലവിളക്ക് ഭയങ്കര അപകടം കേട്ടോ, ആ നിലവിളക്ക് വയ്ക്കുകയാണെങ്കിൽ പിശാച് ഇങ്ങോട്ട് കയറി. ഇതാണോ നമ്മുടെ വിശ്വാസമെങ്കിൽ പിന്നെ എന്ത് വിശ്വാസം അത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന കർത്താവ് ഈശോമിശിഹായാണോ വലുത്, ഈ നിലവിളക്കാണോ വലുത്? ഇപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത്, ആ അമ്പലത്തിൽ നിന്ന് പൂജ കഴിച്ചിട്ട് ലഡു കൊണ്ടുവന്ന് തന്നു, നമ്മുടെ ഒരു സുഹൃത്താണ്, എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഉള്ള ഉടനെ പഴയ നിയമത്തിൽ മോശ പറഞ്ഞതും അതൊക്കെ നിയമം കൊണ്ടുവരുവാണ്. ഇയാൾ എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്? നമ്മളോടുള്ള സ്നേഹബന്ധം. നമ്മൾ ആ അമ്പലത്തിലെ വല്ല കാര്യവും വിശ്വസിക്കുന്നുണ്ടോ? അപ്പം അത് കഴിച്ചെന്ന് കഴിച്ചാൽ ഒന്നും ഉണ്ടാകാൻ പോണില്ല. അച്ഛോ, കണ്ടോ? അപ്പോൾ ഉടനെ ഇത് വചനങ്ങൾ വരണം. ഇപ്പം എന്താ ഇവിടെ വലുത്, സ്നേഹമാണോ? ഇതാ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു തർക്കമുണ്ടായി നമ്മുടെ അബുദാബിയിലാവാത്ത. അപ്പോൾ ഭയങ്കര ഓണാഘോഷത്തിന്, അത് ഓണത്തിന് അത് ചെയ്യണത് തെറ്റാണ്, ഇത് ചെയ്യണത് തെറ്റാണ്. ഞാൻ പറഞ്ഞ്, എൻ്റെ വിശ്വാസത്തിൽ ഈ പിശാച് തന്നെ വന്നാലും ഞാൻ അതിനെ കടിച്ച് തിന്നും, എനിക്ക് ഒരു ചുക്കില്ല. കാരണം എൻ്റെ അകത്ത് ആരാ? അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ പറയണത്. വേഷം കഴിച്ചാൽ പോലും നിനക്ക് ഒന്ന്, പിന്നെയാണോ പ്രസാദം? മനസ്സിലാവുന്നുണ്ടോ? അതാ, അത്രയ്ക്ക് ശക്തമാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ കർത്താവ് ഈശോമിശിഹാ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം പറയണത്. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സർവാധിപത്യത്തിലാണ് നമ്മൾ. കർത്താവിൻ്റെ സർവാധിപത്യത്തിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണയ്ക്ക് മുമ്പ് അത് കർത്താവിന് അറിയോ ഇല്ലയോ? കർത്താവ് അത് നമ്മളെ തൊടാൻ അനുവദിക്കുമോ? അതാണ്. അപ്പോൾ നമ്മളിപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ ഒരു സർപ്പക്കാവുണ്ട് കേട്ടോ, അതുകൊണ്ട് ആ വശത്ത് കൂടി പോകണ്ട, ഇവിടെ ഒരു നിലവിളക്ക് വെക്കേണ്ട കേട്ടോ, അവിടെ ആ പൂ വെക്കേണ്ട കേട്ടോ. ഇതൊന്നും വിശ്വാസമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വളർച്ചാധ്യാനക്കാർക്കുള്ള ടോക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോഴും ആ അമ്പലത്തുമ്പോൾ നോക്കിയാൽ പിശാച് വരും, ഈ നിലവിളക്കുമ്പോൾ നോക്കിയാൽ പിശാച് വരും എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലേ അവരാരും സുവിശേഷം പ്രഘോഷിക്കാൻ പോകില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായ? എൻ്റെ അടുത്ത് പിശാച് വരാണെങ്കിൽ ഞാനതിനെ തിന്നുകളയും. അതിൽ കൂടുതൽ എന്താ വേണ്ടേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉയർച്ച ഉണ്ടാവണം. ഈ ഒരിക്കൽ ഞാൻ ഇന്നലെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, നിങ്ങളാരും ചോദിച്ചില്ലല്ലോ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു. എന്താ? ഈശോ പറഞ്ഞു, പിശാച് ഒരുവനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ കറങ്ങി നടന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് ചെന്നിട്ട് 7 പിശാചുക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവരും. ഈ ചോദ്യം ആരും ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച. അപ്പം എന്തു ചെയ്യും? അവൻ 7 പിശാചുക്കളെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്ഥിതി ഈ പഴയതിനേക്കാളും. കർത്താവ് ചില കാര്യങ്ങളൊക്കെ മുഴുവനും പറഞ്ഞിട്ടില്ല, അവിടെ പറഞ്ഞങ്ങ് വിട്ടേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ 7 പിശാചിനെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് നോക്കി കർത്താവ് ഇവിടെ നിൽക്കുകയാണ്, അവരെ 7 നിന്നെ ആക്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? 70 പേരെ നമ്മൾക്ക് ചുറ്റും കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. അപ്പം അതുകൊണ്ട് നമ്മളിത് വിശ്വസിക്കുകയാണ്, നീ 7 പിശാചിനെ കൊണ്ടുപോവാ, ഞാൻ നിന്നെ ശരിയാക്കി തരാം. നീ 7 പിശാചിനെ കൊണ്ടുവരാണെങ്കിൽ എൻ്റെ കർത്താവ് 70 മാലാഖമാരെ എനിക്ക് സന്നദ്ധമായിട്ട് വരും, വാ നീ
എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പിശാച് വരികയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സർവാധിപത്യം മുൻകൈ എടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തുകയാണ്. നമുക്ക് പിശാചിനെ ബഹിഷ്കരിക്കാൻ കർത്താവ് വരം തന്നിട്ടുണ്ടെങ്കിൽ ആ വരത്തിൻ്റെ ഉള്ളിൽ അതുകൊണ്ടുണ്ടാകാവുന്ന എല്ലാ പ്രതിഭാസങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും? ഓക്കെ, നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമ്മൾ 1 മണിക്കാണ് കുർബാനയ്ക്ക് മുൻപായിട്ടൊരല്പസമയം നമുക്ക് കുർബാനയ്ക്ക് ശേഷം നമ്മൾ കയ്യൊപ്പ് പ്രാർത്ഥന ഇതൊക്കെ നടത്തും. അപ്പോൾ ഈ കയ്യൊപ്പ് പ്രാർത്ഥനയുടെ പ്രധാന വിഷയം നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാണ്. നമ്മളിപ്പോൾ ഇത്രയും കേട്ടതിലൂടെ നമുക്ക് കിട്ടിയ പുതിയ ഉൾക്കാഴ്ച, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. നമ്മൾ പണ്ടെല്ലാം പുതിയ സൃഷ്ടിയാകാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മിലുള്ള പാപിയെ മാറ്റി പുതിയ സൃഷ്ടിയാക്കണ കാര്യമാണ് അധികം ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇല്ലേ? പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തു പറയണു? വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട്? നമ്മിലുള്ള ഫരിസേയൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഈശോ ഫൊസ്റ്റീനയുടെ ഡയറിയുടെ കാര്യം നമ്മൾ എടുത്തില്ല കരുണയുടെ പോയിന്റിൽ. ഫൊസ്റ്റീനയോട് ഡയറിയിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, എൻ്റെ ദൈവമേ, ഫൊസ്റ്റീനോട് പറയാണ്, നിൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പ്രയാസമില്ല, കാരണം ഞാൻ വന്നിരിക്കുന്നത് നിൻ്റെ പാപത്തെ എടുക്കാനാണ്. ഫൊസ്റ്റീനോട് പറയണ എന്താ? നീ എന്നിൽ ആശ്രയിച്ചാൽ മതി, നീ എന്നിൽ ആശ്രയിക്കുക. അതാണ് ഫൊസ്റ്റീനയുടെ കരുണയുടെ ചിത്രത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. എന്താ? യേശുവിൽ ശരണപ്പെടുക. നമ്മളുടെ ഇപ്പോഴുള്ള പ്രശ്നം, നമ്മൾ മോശയിൽ ശരണപ്പെടുന്നു, അല്ലെങ്കിൽ മോശയുടെ പ്രമാണങ്ങളിൽ ശരണപ്പെടുന്നു, യേശുവിൽ ശരണപ്പെടുന്നില്ല. സോറി, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പുതിയ സൃഷ്ടി ആവണത് മോശയല്ല ആക്കുന്നത്. ആരാണ് നമ്മൾ പുതിയ സൃഷ്ടിയാക്കുന്നത്? യേശുവാണ്. ഇത് ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ 10 കൽപ്പനകൾ അനുസരിച്ചത് കൊണ്ട് നമ്മൾ പുതിയ സൃഷ്ടി ആവില്ല. പുതിയ സൃഷ്ടി ആവണമെങ്കിൽ എന്തനുസരിക്കണം? യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ ശക്തിയിൽ മാമോദീസ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ആ അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ വരണം. അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല, വിശ്വാസമാണ്. അതാണ് ഈശോ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഉടനീളം പറയുന്നത്. അതാണെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ പഠിച്ചു. അപ്പം നിക്കോദേമോസിനോട് ഈശോ പറഞ്ഞു, നീ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യോഹന്നാൻ പറയുന്നതും, മത്തായിയിൽ ഈശോ പറഞ്ഞു, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയിലാണ് നീ എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള ഒരു കോമൺ ഫാക്ടറാണ് അവിടെ, ഇല്ലേ? എന്തവസ്ഥയിലാണ് നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നത്? നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് യോഹന്നാൻ 3:5 പറയുന്നു. മലയിലെ പ്രസംഗത്തിൽ മത്തായി 5:20 പറയുന്നു, നീ ഫരിസേയരുടെ നീതി അനുസരിച്ചാണെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ വീണ്ടും ജനിക്കുന്നതിൻ്റെ ഫാക്ടർ എന്തെന്നപ്പോൾ ഈ ഫരിസേയരുടെ നീതിയിൽ നിന്നും ദൈവനീതിയിലേക്ക് നീ വരണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ആ ഫരിസേയ നീതിയിൽ നിന്നും ദൈവനീതിയിലേക്ക് വരുന്ന പ്രോസസ്സാണ് രൂപാന്തരീകരണമാണത്.
അതാണ് വെള്ളം വീഞ്ഞാക്കിയപ്പോൾ സംഭവിച്ചത്. വെള്ളമാകുന്ന ഒരു സൃഷ്ടിയെ പുതിയ സൃഷ്ടിയാക്കി CH3CH2OH H2O എന്ന ആ സൃഷ്ടിയെ, വെള്ളം എന്ന സൃഷ്ടിയെ യേശു എന്താക്കി മാറ്റി? അത് തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത, വീഞ്ഞ് എന്ന് പറഞ്ഞതിൽ വെള്ളമുണ്ടോ? വെള്ളമില്ല. വീഞ്ഞ് മുന്തിരിച്ചാറിൽ നിന്നുണ്ടാക്കുന്നതാണ്. അതൊരു ആൽക്കഹോൾ ബേസാണത്. അത്രയ്ക്ക് വ്യത്യസ്തമായ ഒരു സൃഷ്ടിയാക്കി മാറ്റും. അതിനുദാഹരണങ്ങൾ നമ്മൾ കണ്ടു. സമരിയാക്കാരി പുതിയ സൃഷ്ടിയായി മാറി. 38 വർഷമായിട്ട് തളർന്നു കിടന്ന ആൾ പുതിയ സൃഷ്ടിയായിട്ട് മാറി. കല്ലെറിയാൻ വന്ന ഫരിസേയര് പുതിയ സൃഷ്ടിയായി മാറി. പാപിനിയായ അവൾ പുതിയ സൃഷ്ടിയായി മാറി. എന്തിനു പറയുന്നു? ചീഞ്ഞ ലാസർ പുതിയ സൃഷ്ടിയായി മാറി. എന്തിനു പറയുന്നു? സാവൂൾ എന്ന ഫരിസേയ പ്രമാണിയായ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായ സാവൂൾ പുതിയ സൃഷ്ടിയായി മാറിയപ്പോൾ പൗലോസായി മാറി. ഈ പുതിയ സൃഷ്ടിയാവുന്ന പ്രക്രിയയിൽ നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപരമായി മാറ്റും. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റും എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മളെ സംബന്ധിച്ച് അതിന് വേണ്ടതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. പുതിയ സൃഷ്ടിയാകുന്ന മാമോദീസ നമുക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവേണ്ടത് മാമോദീസയിൽ ഇങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ മാമോദീസ സ്വീകരിച്ചുവെങ്കിലും മാമോദീസ സ്വീകരിച്ചിട്ട് കഴിഞ്ഞിട്ട് പോലും മാമോദീസയിൽ അടങ്ങിയിരിക്കുന്ന ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്ന വ്യവസ്ഥകളെല്ലാം ഉണ്ട്. അതിനെ തുറന്നാൽ മതി. അതിന് മുട്ടുവിൻ, അത് തുറക്കപ്പെടും. കൗദാശികമായിട്ട് അപ്പം വീഞ്ഞും രൂപാന്തരപ്പെട്ട് യേശുവിൻ്റെ ശരീര രക്തമാകുന്ന വിശുദ്ധ കുർബാനയിൽ പുതിയ സൃഷ്ടിയാവുന്നു. കുർബാനയിൽ എപ്പിക്ലേസിസിൽ സമയത്ത് കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, ഈ യാഗവസ്തുക്കളിൽ ആവസിച്ച്, കണ്ടോ, ആവാസം ആവസിച്ച് അതിനെ വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് രൂപാന്തരപ്പെടുത്തും. പുതിയ സൃഷ്ടിയാകുന്ന ഒരവസരയാണത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ എത്ര വലിയ പാപാവസ്ഥയാണെങ്കിലും അതിനെ വിശുദ്ധീകരിക്കാനുള്ള ജോലിയാണ് പരിശുദ്ധാത്മാവിൻ്റെ. ഇവനെ നീ വിശുദ്ധീകരിക്കാൻ നിങ്ങൾ വന്നേക്കരുത്. ഈ മാൻഡേറ്റിലാണ് പിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ചേക്കുന്നത്. നിന്നെ ഞാൻ ഈ തോമസ് പോൾ എന്ന പാപിയുടെ അകത്തേക്ക് അയച്ചിരിക്കുന്നത് ഈ തോമസ് പോളിനെ ഒരു വിശുദ്ധനാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ഇത് പരിശുദ്ധാത്മാവിന് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതാണ് വേണ്ടത്. ഞാനാകുന്ന കൊടും പാപിയെ ഒരു വിശുദ്ധനാക്കുക എന്ന വെല്ലുവിളിയോടുകൂടിയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതെങ്കിലും നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയണതിൻ്റെ അർത്ഥം, ഈ ദൈവത്തിന് നമ്മളെ രക്ഷിക്കുന്നതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ദൈവമേ, അപ്പൊ ഇതെല്ലാം ഈശോയുടെ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും കർത്താവെ ഒന്നും കിട്ടിയില്ല. പത്രോസ് പറയാണ്, എങ്കിലും നീ പറഞ്ഞ പോലെ ഞാൻ വലയിറക്കാം. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഭയങ്കര മീൻപിടുത്തം. ആരാ ഇപ്പോൾ ഇവിടെ മീൻ പിടിച്ചത്? അതേ പത്രോസ് തന്നെയാണ്, അതേ വള്ളമാണ്, അതേ കടലാണ്. പിന്നെ എങ്ങനെ മീൻ വന്നു? വള്ളത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. അവിടെ തെബേരിയോസ് കടപ്പുറത്ത് ആരുണ്ട്? കർത്താവുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മീൻപിടുത്തത്തിൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ, കർത്താവിൻ്റെ സജീവ ശക്തിയാണ് അവിടെ പ്രവർത്തിച്ചത്. ആദ്യത്തെ മീൻപിടുത്തത്തിൽ അത് കഴിഞ്ഞപ്പോൾ പത്രോസ് വന്നിട്ട് എന്താ പറഞ്ഞത്? കർത്താവേ, ഞാൻ പാപിയാകുന്നു, എന്നെ വിട്ടു പോണം നീ.
ആഗമനകാലത്തിൻ്റെ അല്ലെങ്കിൽ ഉയർപ്പിന് മുമ്പുള്ള നോയമ്പ് കാലത്തെ ഒരു ഞായറാഴ്ചത്തെ വായന ഇങ്ങനെയായിരുന്നു. ഒരു വായന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ഏശയ്യാ പറയുകയാണ്, ഞാൻ അശുദ്ധ അധരങ്ങളുള്ളവനും അശുദ്ധ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്ന പാപിയാണ്. കർത്താവ് എന്ത് ചെയ്തു? അവനെ തള്ളിക്കളഞ്ഞോ? കർത്താവ് പറഞ്ഞു, ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കട്ടയെടുത്ത് അവൻ്റെ അധരത്തിൽ തൊട്ടിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്താണ് ഈ കുടിൽ കൊണ്ട് ബലിപീഠത്തിൽ നിന്നെടുക്കുന്ന തീക്കട്ട? അതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മലങ്കര കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താ പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട. അപ്പോൾ ഈ തീക്കട്ട നമ്മളെ പൂർണ്ണമായി അപ്പോൾ കണ്ടോ, ആദ്യം പഴയ നിയമത്തിൽ തന്നെ ഉള്ളൊരു വിശുദ്ധീകരണം. പ്രവാചകൻ പറയാണ് ഞാൻ പാപിയാണ്. പക്ഷെ ആ പ്രവാചകനെയാണ് കർത്താവ് അയച്ചത്. അതിനുശേഷം പറയുന്നത് സുവിശേഷ ലേഖന ഭാഗത്ത് പൗലോസ് പറയാണ്, ഞാനാണ് പാപികളിൽ ഏറ്റവും പ്രധാനി. അതാണ് അന്നത്തെ റീഡിങ്. അവനാണ് ഇന്ന്. ഈ പൗലോസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബൈബിൾ എന്തായിരുന്നെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും വലിയ രക്ഷയുടെ രഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുത്ത അപ്പസ്തോലൻ പറയാണ്, ഞാൻ പാപികളിൽ ഏറ്റവും ഒന്നാമനാണ്. അവനെയാണ് കർത്താവ് തൻ്റെ വിശുദ്ധിയുടെ അപ്പസ്തോലനായാൻ വിളിച്ചത്. സുവിശേഷത്തിൽ പറയുകയാണ്, പത്രോസ് പറയാണ് മീൻപിടുത്തം കഴിഞ്ഞപ്പോൾ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ വിട്ടുപോണേ. കണ്ടോ, ഇതൊരു ഞായറാഴ്ചത്തെ വായനയായിരുന്നു. ഇവിടെ ആരാ കാണുന്നത്? 3 പാപികൾ. ഒന്ന് ഏശയ്യാ എന്ന പാപി, പൗലോസ് എന്ന പാപി, പത്രോസ് എന്ന പാപി. പ്രൈസ് ദ ലോർഡ്. സമാധാനമായോ? അവരെക്കാളും വലുതാണോ നിങ്ങൾ പാപത്തിൽ? അവരെക്കാളും വലിയ പാപിയാണോ നിങ്ങൾ? അല്ല. ഏത് പൗലോസ് പറഞ്ഞു, പാപികളിൽ ഒന്നാമൻ ഞാനാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇനി രണ്ടാമനാകാനുള്ള ചാൻസേ ഉള്ളൂ. അച്ഛൻ വന്നോ? പോരും. ഓക്കെ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ കുർബാനയുടെ ഈ കുർബാനയിൽ മുഴുവനും നിങ്ങൾ ഒറ്റ കാര്യം പ്രാർത്ഥിക്കുക, എന്നെ പുതിയ സൃഷ്ടിയാക്കണം. പഴയത് എന്നെക്കുറിച്ച് ഒന്നും ഇനി ചിന്തിക്കണ്ട. പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്നർ ഹീലിംഗ് പ്രെയർ നടത്തുന്നതാണോ പുതിയ സൃഷ്ടിയാകണതാണോ? എന്താ വേണ്ടേ? എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, നമ്മൾ എന്തോ കാരണം വെച്ചാൽ പണ്ട് പുതിയ സൃഷ്ടിയാകുക എന്ന് ഒരുപാട് പ്രഘോഷിച്ചിരുന്ന നമ്മൾ ഇപ്പോഴൊന്നും അത് പ്രഘോഷിക്കാണ്ട് ആന്തരിക സൗഖ്യം എന്ന് കുറ്റപ്പെടുത്തല്ല. ആന്തരിക സൗഖ്യ ശുശ്രൂഷകളൊക്കെ നടന്നോട്ടെ. പക്ഷേ പുതിയ സൃഷ്ടിയായി കഴിയുകയാണെങ്കിൽ പിന്നെ ആന്തരിക സൗഖ്യത്തിന് വല്ല ആവശ്യമുണ്ടോ? ആന്തരിക സൗഖ്യം അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണത് എന്ന് പറഞ്ഞാൽ, വീണ്ടും ഒരു നമ്പർ കേൾക്കാൻ പോവാണ്. പൗലോസ് ശ്ലീഹ പറയാണ്, ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദൈവമക്കളാണ്. കൽപ്പനകളാൽ നിങ്ങൾ നയിക്കപ്പെടുകയാണെങ്കിലോ നിങ്ങൾ ആരാ? പരിസയൻ എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളൊരു അടിമയാണ്. അടിമയല്ലേ? കൽപ്പന അനുസരിച്ച് നീങ്ങണ ആള്. മക്കളാണെങ്കിൽ അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ പറയാണ്, ഈ 10 കൽപ്പനകൾക്ക് 1-ാം സ്ഥാനം കൊടുക്കാതെ കർത്താവിൻ്റെ കരുണയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തിട്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കാതെ കർത്താവിൻ്റെ കരുണയിൽ അവരെ കാണാനും, അങ്ങനെ നമ്മിലുള്ള ഫരിസേയനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ നീങ്ങണം. അത് ഇന്ന് ആരംഭിക്കുകയാണ്. എന്താണ് ഷീബ പാടിയ പാട്ടൊന്ന് പാടിഞ്ഞേ?
Praise, praise, praise the Lord. Praise, praise, praise the Lord. ആരാണ് അവിടെ പോകുന്നേ? ഫരിസേയൻ പോകുന്നു. ഒന്നുകൂടി, ആരാണ് അവിടെ പോകുന്നേ? ഫരിസേയൻ പോകുന്നു. പിന്നാലെ. എന്താ ഫരിസേയൻ പോകുന്നേ? ക്രിസ്തു ശിഷ്യൻ പിന്നാലെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് നമ്മളിലുള്ള ഫരിസേയനെ വിട്ടിട്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യവും ഇനിയുള്ള ദിവസങ്ങളിലുള്ള കുമ്പസാരത്തിൽ ഓരോ ദിവസവും ഈ ഫരിസേയനെ നിങ്ങൾ ഒഴിക്കണ കുമ്പസാരങ്ങൾ നടത്തണം. കുമ്പസാരിച്ച് ആ ഫരിസേയനെ നമ്മളിൽ നിന്നും പൂർണ്ണമായി വരുമ്പോൾ അപൂർണമായി. ഇപ്പം നമ്മളിവിടെ നിർത്തുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ 5 മിനിറ്റ് ഇടവേള. ഈ സമയത്ത് കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുക. രോഗികളായിട്ടുള്ളവർക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ വേഗം പോയി കഴിച്ചു പോരെ. ഇനി കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കയ്യൊപ്പ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.